മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കുന്നത് ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധമല്ല. അത്തരം പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്. കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിൽ മാറുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. നേതൃത്വത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാകും. ആ തീരുമാനമെടുക്കുന്നതനുസരിച്ച് അവർ ആ തീരുമാനം അല്ല, ആ തീരുമാനം അനുസരിച്ചിട്ട് അവർ തീരുമാനമെടുക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ എടുത്തിരിക്കുന്നത് അതൊന്നും ഉണ്ടാകുന്നില്ല. കോൺഗ്രസിനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തുമില്ല. അതിപ്പോ വേട്ടയാടിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്ന അതൊക്കെ എനിക്ക് പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാറില്ല. പാർട്ടിയാണ് എനിക്കെല്ലാം. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഇമേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല, പോകാറില്ല. പാർട്ടി പ്രവർത്തകന് വേദന ഉണ്ടാകുമ്പോൾ അതിന്റെ മനസ്സും വേദനിക്കും. പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്ക് വരും. ജനങ്ങളും പാർട്ടിയോടൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ സൈബറിടങ്ങളിലൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. അതിനകത്തെന്താ? അതൊക്കെ തന്നെ കേരളത്തിൽ ഞാൻ ഇന്ന് തുടങ്ങിയതാണോ രാഷ്ട്രീയം? കഴിഞ്ഞ 10-45 വർഷമായാലും ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വീണതാണോ? എത്രയോ വർഷങ്ങളായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കടന്നാക്രമണത്തിന് ഭയന്നോടുന്നവരാണോ നമ്മളെല്ലാം? ആക്രമിക്കട്ടെ, ഇനിയും ആക്രമിക്കട്ടെ. അവർക്ക് ആക്രമിക്കുന്നവർക്ക് സധൈര്യം തുടരാം. പക്ഷെ എന്റെ തീരുമാനം വളരെ ക്ലിയർ ആണ്. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ആ തീരുമാനത്തിനനുസരിച്ച് എന്റെ പാർട്ടി ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് അഭിമാനം എന്ന് പറഞ്ഞ് അങ്ങ് മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ നിരാശകരാണ്. അവരോട് എന്താണ് അങ്ങ് പറയാനുള്ളത്? അവരോട് എന്റെ ശൈലി അവർക്ക് നന്നായിട്ടാണ്. അടിയുറച്ച പാർട്ടിക്കാരാണ്. എനിക്ക് പറയാനുള്ളത് ഈ തീരുമാനം അംഗീകരിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരെല്ലാവരും കൂടെ ഉണ്ടാകേണ്ടതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കുതിരയായിട്ടുള്ള ഒരു ഇമേജ് കേരളത്തിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? ലീഗിന്റെ സമ്മർദ്ദം ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ കുറെ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ വരും, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റാറില്ല. അതിന്റെ പ്രയാസമുണ്ട്. അവിടെ ഇന്ന് ചോദിക്കുന്നതേ ഇപ്പൊ BJP ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു. ലീഗിന്റെ സമ്മർദ്ദം എന്തുകൊണ്ട് വന്നു? അങ്ങനെ സമ്മർദ്ദത്തിന് BJPയുടെ ആക്ഷേപമൊക്കെ വെറും അവരെല്ലാ കാലത്തും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ജോലിയിൽ അവർക്ക് വേറെ ആക്ഷേപമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള UDFന്റെ ലീഡർഷിപ്പിന്റെ അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. നല്ല ചോദ്യം. VD സതീശന് എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങളും ഹൃദയപൂർവ്വം അർപ്പിച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ. VD സതീശനും സർക്കാരിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം, എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഒരു സംശയവുമില്ലാതെ നിറഞ്ഞ ചിരിയോടുകൂടി പ്രസന്നമായ മുഖത്തോടുകൂടി KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി KC വേണുഗോപാലിനെ നമുക്ക് മാറ്റി നിർത്താം. ഇനി മുഖ്യമന്ത്രി VD സതീശനാണെങ്കിലും ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളുമായിട്ട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. തനിക്ക് ഉള്ള അതൃപ്തി കൃത്യമായിട്ട് അറിയിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മന്ത്രിസഭയിൽ താൻ ഉണ്ടാവില്ല എന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ച രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല വളരെ വലിയ അതൃപ്തിയിലാണ്. ആ അതൃപ്തി മറച്ചു വയ്ക്കുന്നില്ല. KC വേണുഗോപാലിനെ പോലെ നിറഞ്ഞ ചിരിയോടുകൂടി ഞാനൊരു പാർട്ടി പ്രവർത്തകനാണെന്നും